ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു ശ്രദ്ധേയമായ വാചകം, തിസ്അത്തു അഅശാരി ഹുസ്നുൽ ഖുൽഖി ഫിത്തഗാഫുൽ. ഹുസ്നുൽ ഖുൽഖ്, നല്ല സൽസ്വഭാവത്തിന്റെ 10 ഭാഗവും അത് വിട്ടുവീഴ്ചയാണ് എന്നുള്ളതാണ്. ഒരാൾക്ക് നല്ല സ്വഭാവമുണ്ടെങ്കിൽ ആ നല്ല സ്വഭാവത്തിന്റെ 10 അത് നല്ല സ്വഭാവമാണ്, തഗാഫുൽ വിട്ടുവീഴ്ചയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇന്നത്തെ നമ്മുടെ സമുദായത്തിൽ നമുക്കിടയിൽ, സുഹൃത്തുക്കൾക്കിടയിൽ, കുടുംബ ബന്ധത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നത് യഥാർത്ഥത്തിൽ എല്ലാ പ്രശ്നത്തിലും നമ്മൾ തലയിടുന്നത് കൊണ്ടാണ്. എന്തു നടന്നാലും നമുക്കവിടെ കയറി ഒരു അഭിപ്രായം പറയണം, അല്ലെങ്കിൽ നമുക്കവിടെ ഇടപെടണം, എല്ലായിടത്തും നമ്മുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന ചില ആളുകളുടെ വാശിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് പല കുടുംബ ബന്ധങ്ങളും അതേപോലെ പല പ്രശ്നങ്ങളും സുഹൃത്തുക്കൾക്കിടയിൽ പിണക്കങ്ങളുമൊക്കെ ഉണ്ടാകാൻ ഏറ്റവും വലിയ കാരണം ഈ സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മാഇസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. മാഇസ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഒരു സ്ത്രീയെ വ്യഭിചരിച്ചിട്ടുണ്ട്, എന്നെ എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയും പിന്നീട് മാഇസ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യഭിചരിച്ചയാൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്ന ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് മാഇസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്ത്രീ ഉണ്ടാകണമല്ലോ. ആ സ്ത്രീ ആരാണ് എന്ന് പ്രവാചകൻ അന്വേഷിച്ച് നടന്നത് ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുകയില്ല. ആരാണ് ആ സ്ത്രീ? പ്രവാചകൻ ഒരു ഭരണാധികാരിയാണ്, ശിക്ഷ നടപ്പിലാക്കേണ്ടവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ടും പ്രവാചകൻ എന്ത് ചെയ്തിട്ടില്ല? ആരാണ് ആ സ്ത്രീ എന്ന് അന്വേഷിച്ച് നടന്നിട്ടില്ല. ആ സ്ത്രീ തന്നെ സ്വമേധയാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കയറി വരുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ നമ്മളോ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ എന്താണ്, ആരാണ് പറഞ്ഞത്, എവിടെയാണ് പറഞ്ഞത്, അതിനെക്കുറിച്ച് പരിപൂർണമായി ചുഴിഞ്ഞന്വേഷിക്കാതെ നമ്മൾ അടങ്ങുകയില്ല. അതാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു സ്വഭാവം. അതൊരു വിശ്വാസിക്ക് ചേർന്ന സ്വഭാവമല്ല എന്നുള്ളതാണ്. അത് മറ്റുള്ളവരെ കുറിച്ച്, നമ്മളെക്കുറിച്ച് തന്നെ ഒരാൾ മോശമായി പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ പോലും അത് മറച്ചു വെക്കുക, അത് ഒഴിവാക്കി വിടുക, അതിൽ വിട്ടുവീഴ്ച കാണിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ നല്ല സ്വഭാവത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ഖുതുബയിൽ നാം കേൾക്കുകയുണ്ടായത്. അത് ഏറ്റവും അനിവാര്യ